അഭിഷേക് ജയദീപ് ആണ് ഈ ആഴ്ച എവിക്റ്റഡ് ആയത്. വൈൽഡ് കാർഡ് ആയിട്ട് വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. 22 ദിവസം അവിടെ നിന്നു. മല പോലെ വന്ന് എലി പോലെ പോയൊരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോ ഓഫൻസ്. അഭിഷേകിനെ കുറിച്ച് നമ്മളിട്ട ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിൽ പറഞ്ഞത് റിയാസ് സലീം വേർഷൻ 2.0 എന്നാണ്. അത്രയ്ക്കും എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അമ്മാതിരി അവകാശവാദങ്ങളുമായിട്ടാണ് പുള്ളി അതിനകത്തേക്ക് കയറിയത്. ചെന്ന് കയറിയ പാടെ അഭിഷേക് വേഴ്സസ് അഭിഷേക് എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കി അതിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റി. അതിനുശേഷം കാര്യമായി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഒരാഴ്ച അവിടെ ഇരുന്നു പോയി, സൈഡാക്കി കളഞ്ഞു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടയ്ക്ക് നേരിട്ട ഒരേ ഒരു എതിരാളി നന്ദന മാത്രമായിരുന്നു. പക്ഷെ നന്ദനയുമായിട്ടാണ് പുള്ളിക്ക് നല്ല മൊമെന്റുകൾ അവിടെ ഉള്ളതും. ഇതുവരെ ഉള്ളത് ടീമിലെ എല്ലാം നന്ദന പുള്ളിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതാണ് കോമഡി. നേരിട്ടതും കമ്പനി ആയതും എല്ലാം ഒരാളുമായിട്ടാണ്. ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി സായിയുടെയും നോറയുടെ ഒക്കെ കൂടി ഒരു ഗ്യാങ് ഉണ്ടാക്കി അതിൽ ഒതുങ്ങിക്കൂടി പോയി. 3 ആഴ്ചയിൽ 2 ആഴ്ചയും അതിലായിരുന്നു നമ്മുടെ ജയദീപ്. ആ ഒരു ലൂപ്പിൽ വിട്ട് കിടക്കുകയായിരുന്നു. പിന്നെ പൊങ്ങിയത് ഈ കഴിഞ്ഞ ദിവസം ഗബ്രിയുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയാണ്. സാരിത്തുമ്പ് ഡയലോഗൊക്കെ അടിച്ചു. ആ രീതിയിലുള്ള ക്ലാഷുകളും ആ രീതിയിലുള്ള ഡയലോഗുകളാണ് നമ്മൾ ജയദീപിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഒരു റിയാസ് വൈബൊക്കെ തന്നൊരു കണ്ടസ്റ്റന്റ് ആണ് വന്ന് കയറിയപ്പോ. പക്ഷെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് മിണ്ടാതായി പോയി പുള്ളി. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഈ സീസൺ മൊത്തത്തിൽ തൂക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എല്ലാരെയും എടുത്തിട്ട് അലക്കി എന്താ പറയുക, ഒരു കംപ്ലീറ്റ് അനാർക്കിസ്റ്റ് ക്യാരക്ടർ ആവുമെന്നാണ് പ്രതീക്ഷിച്ചുള്ളത്. ഒരു കംപ്ലീറ്റ് റിബൽ ആവുമെന്ന് പ്രതീക്ഷിച്ചു. അതാണ് പറഞ്ഞത്, മല പോലെ വന്ന് എലി പോലെ പോയി എന്നുള്ളത്. ഇപ്പൊ പിന്നെ പുള്ളി ഒരു പുരോവാദിയാണ്. ഇപ്പൊ ജുനേസ് കളിച്ച രീതിയിൽ ഒരു ഗെയിം കളിക്കുകയായിരുന്നെങ്കിൽ പോലും അതിനകത്ത് നിന്ന് പോയാനെ. ഇപ്പം നെഗറ്റീവ് ഗെയിം കളിക്കുകയാണെങ്കിൽ നിന്ന് പോയാനെ. ഏതായാലും നെഗറ്റീവ് ആയിട്ടില്ല നമ്മുടെ ജയദീപ്. പ്രസൻസ് അറിയിക്കാൻ പോലും പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പ്രസൻസ് അറിയിക്കാൻ കഴിഞ്ഞാലല്ലേ നെഗറ്റീവ് ആവത്തുള്ളൂ. അതുപോലും സാധിച്ചിട്ടില്ല പുള്ളിയെ കൊണ്ട്. 22 ദിവസം നിന്ന് പുറത്തേക്ക് പോയി, അത്രേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഔട്ടായത്. ഡിസേർവിംഗ് എവിക്ഷൻ തന്നെയാണ്. ജയദീപിന് മുന്നോട്ടുള്ള ലൈഫിൽ എല്ലാവിധ ഭാവങ്ങളും നമ്മൾ നമ്മുടെ ചാനലിന്റെ ഭാഗത്ത് നിന്ന് നേരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.